സൂപ്പറായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റ് ആയതും കഴിക്കാനായിട്ട്. ഇതെന്താ സമയത്ത് അടിപൊളി. ഇതെന്താ ഇത്ര കളറൊക്കെ ആയിട്ട് ഇത്ര നീളത്തില്? ഇത്ര വലിയ മുളക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥ കാശ്മീരി മുളക്. കണ്ടോ? ഇതിന് ഒട്ടും എരിവില്ല. എരിവില്ലെന്ന് മാത്രല്ല, പച്ചക്ക് ചുമ്മാ കടിച്ചു തിന്നാം. നല്ല ടേസ്റ്റാ. ഒന്ന് കടിച്ചു തിന്ന ചുമ്മാ നമ്പറൊക്കെ അല്ലേ? ഇത് വെറുതെ ഇങ്ങനെ തിന്നാനേ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട്. ഒട്ടുമില്ല എരിവ്. ഇത് ഞാൻ കാണിച്ചു തരട്ടെ. ഇതൊരു മുളകാണ്. ഇനി ഇതിന്റെ തുമ്പത്ത് നിന്നൊന്നും കടിക്കണമെന്നില്ലത്. കണ്ട കണ്ടല്ലോ, മുളകാണ്, വിത്തുണ്ട്. നല്ല ടേസ്റ്റായി മുളക് തിന്നാനായിട്ട്. ഇങ്ങനെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് സാലഡിലൊക്കെ ഉപയോഗിക്കാനുണ്ടല്ലോ. നല്ല കിടില മുളക. ഇതിന് ചെറിയൊരു പുളി, ഭയങ്കര മധുരമല്ല, ഒരു കുഞ്ഞു മധുരമായിട്ട്. ഈ പീസ് കടിച്ചു ഫുള്ള് കടിച്ചു. അടിപൊളി പൊളിച്ച്. ഇത് നല്ല സംഭവം. കാണിച്ച ഇത്ര ഉള്ള മൊത്തത്തില്? ഇത്ര ഉള്ള? ഇത്രയല്ല ഉള്ളത്. ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ പിന്നെ പോസ്റ്റ് ഇട്ടാല് വീഡിയോ ഇട്ടാല് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി എന്നെ തല്ലി കൊണ്ടുപോകാ. അങ്ങനെയുണ്ട്. ഇനിയുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ 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 അല്ലേ? അടിപൊളിയല്ലേ? അപ്പോ ഈ മുളകെല്ലാം ഇന്ന് നമ്മള് ഇതെല്ലാം നമ്മുടെ ഫോളോവേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മളിത് ഫ്രീ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇതിന് ചെറിയ വിലക്ക്, ഇതിൻ്റെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ ചെറിയ വിലക്ക് ഇതിൻ്റെ വിത്തെടുത്തിട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഭയങ്കര വിലയൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല, കുഞ്ഞു വില വന്നാൽ മതി. അപ്പോൾ ഇത് നമുക്ക് എത്രയായോ ആ ഒരു റേറ്റ് തന്നെയൊക്കെ തന്നാൽ മതി. പക്ഷെ നമ്മുടെ ഫോളോവേഴ്സ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ കൃഷി ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ വിത്ത് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? എനിക്ക് പിന്നെ ബാക്കി ഇതിൻ്റെ തൊണ്ടുണ്ടല്ലോ, ഞാൻ ഉണക്കി പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സാലഡ് ആയിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മളൊരു മുളകൊക്കെ സാലഡിലിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവല്ലേ, നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ മുളകാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണേലും സാലഡിട്ട് കഴിക്കാം. മുളക് കഴിക്കണ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. മുളക് ഒട്ടും എരിവില്ല, കുട്ടികൾക്ക് വേണമെങ്കിലും കഴിക്കാം. എൻ്റെ മുളക് ഇഷ്ടം പോലെ ഇത് ഞങ്ങൾ പോയ സമയത്ത് പറിച്ച് കഴിച്ചാണിത്. ഞാൻ ഫാമിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പച്ചയുണ്ട് കേട്ടോ, ഒരെണ്ണം. ഞാനൊരു പച്ചയും കൂടി എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഞാനിങ്ങനെ പച്ചയും കൂടി കഴിച്ച് കാണിച്ചു തരാവേ. നമ്മൾ കൊണ്ടുവന്നിട്ട് കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ. ഇതൊരു പച്ച, ഇതും കഴിക്കാം. സൂപ്പറായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയതും കഴിക്കാനായിട്ട്. ഇങ്ങനെ കഴിക്കാം. നല്ല ഒരു ഇല്ലാതെ എരിവില്ലാണ്ടേ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എരിവില്ലാത്ത മുളക് ഇങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊക്കെ അല്ലേ അവര് ചിന്തിക്കാൻ പറ്റില്ല. അടിപൊളിയാ. ഈ കുരുവിൻ്റെ അറ്റത്തേക്ക് വരുമ്പം മാത്രം ഒരു കുഞ്ഞൊരു എരിവുണ്ട്, ചെറിയൊരു എരിവ്. നമുക്കത് സഹിക്കാൻ പറ്റുന്ന എരിവാണ്, അല്ലാതെ ഭയങ്കര എരിവൊന്നുമല്ല. വെറുതെ ഒരു ബയറാപ്പിളൊക്കെ കഴിക്കുന്ന പോലെ ചുമ്മാ കഴിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇങ്ങനെ മുളക് ഇങ്ങനെ പച്ച കഴിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എനിക്ക് ഈ മുളക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ, നല്ല ടേസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വിത്ത് വേണ്ടവരൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ആയിക്കോളൂ. എന്നോട് ഇപ്പോഴേ പറയരുത്. ഇതെല്ലാം തുറന്ന് ഇതിനകത്തുനിന്ന് വിത്തെല്ലാം എടുക്കേണ്ടത് നല്ല പണിയാണ്. അങ്ങനെ ചെയ്തിട്ട് മാത്രമേ ഞാനിത് തരുള്ളൂ. കണ്ടോ, എൻ്റെ അകത്ത് വിത്തിരിക്കുന്ന കണ്ടോ? വിത്ത് കുറവാണ്. ഇത് അറ്റം വരെ വിത്തൊന്നുമില്ല, ഇത്ര ഉള്ളു വിത്ത്. ഇതാണ് വിത്ത്. കണ്ടോ? ഇതെടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് ചെറിയ തണലിലൊന്ന് ഉണക്കിയെടുക്കും. എന്നിട്ട് മാത്രമേ വിത്ത് ഞാൻ തരുള്ളൂ. ഇത് അല്ലാതെ മുളകായിട്ട് അയച്ചോ എന്ന് പറയാതെ ഞാൻ അങ്ങനെ അയക്കില്ല.
കാരണം ഈ മുളക് ബാക്കി ഇതിന്റെ തൊണ്ട എനിക്ക് ഉണക്കി പിടിപ്പിക്കേണ്ടതാണ്, കറിക്ക് ഉപയോഗിക്കേണ്ടത്. കറിക്കോട് ഉപയോഗിക്കേണ്ടത്. അപ്പം ഓക്കെ, അടുത്ത കിട്ടില്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം.